ഇതെന്താ രാവിലെ തന്നെ പല്ല് വെക്കാൻ നോക്കുകയാണ്, അതോ മോണക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ നോക്കുകയാണോ? എന്താണിത്? ഇതൊക്കെ സബ്സ്ക്രിപ്ഷന് വേണ്ടി കാണിച്ചു കൊടുക്കുന്നതാണോ? അയ്യയ്യയ്യേ, എന്നിട്ട് ഇതിനൊക്കെയാണ് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത്. എന്താ വല്ല വായനാറ്റം ഉണ്ടോ? ഡോക്ടറെ പോയി കാണിക്ക്. ഇതെന്താ പശു ചാണകടാൻ നേരത്തുള്ള എന്റെ പൊന്നെ. ഇപ്പൊ കുറെ ആൾക്കാരുടെ അടുത്ത് റിയാക്ട് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാനിപ്പോ അത് പറയാനല്ല വന്നിട്ടുള്ളത്. ഒരു മിനിറ്റ് ലൈറ്റ് ഒന്ന് റെഡി ആക്കാം. രണസുവിനെ ഇമാതിരി ഊളത്തരം കാട്ടിയിട്ട്, ഈ വെറുപ്പിക്കൽ കാട്ടിയിട്ട്, വൃത്തികേട് കാട്ടിയിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എക്സ്പ്ലനേഷൻ ആദ്യം ഒന്ന് കാണാട്ടോ. അതിനുശേഷം കുറച്ച് കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഹലോ, നമസ്കാരം. രേണുസുതിയാണ്. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്ത് വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല. ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്. മനസ്സിലായി? ഒരുപാട് നാളായി ലൈവ് പോയിട്ട് അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും ഏത് നാറിയാണേലും, എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ എൻ്റെ ചുണ്ട് നിങ്ങൾ നോക്ക്. ഇത് കണ്ട, ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്. നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത് മനസ്സിലായോ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ല? സബില് ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. നീ ഞാൻ കണ്ട ആസ്വദിച്ചിട്ടാ എന്തുണ്ടാണ് കണ്ട ആസ്വദിക്കാനുള്ളത്? ഇത് ശാരിക പറഞ്ഞ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതായത് ഒന്നുമില്ല എന്നാണ് ശാരിക മേഡം പറഞ്ഞില്ല. ഞങ്ങളത് പറയുന്നൊന്നുമില്ല. എന്നാലും കണ്ട ആസ്വദിച്ച് പോലും എന്തുണ്ടയാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ആ ഉണ്ടക്ക് പോലും ഒരു വിലയുണ്ട്. അത് കൂടി പോയി കളയുമല്ലേ. എന്റെ പൊന്നു രണസുന, കോപ്രായത്തരങ്ങൾ കാണിച്ച് കൂട്ടുന്നതിന് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഊളത്തരാണ് താൻ ചെയ്തതെന്ന് നാട്ടുകാരെ അറിയുമ്പോ അതിന് കൊഞ്ഞലം കുത്തി കാണിച്ചിട്ട് ഒന്നും കാര്യമില്ല. കുറെ ആൾക്കാർ റിയാക്ട് ചെയ്താൽ, പക്ഷെ ഇവരുടെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് കാത്തിരുന്നാണ് ഞാൻ. ഇനി എന്താണ് ആ വീഡിയോ നിങ്ങൾ എന്നെ ഒന്ന് നോക്കിട്ടോ. ചുണ്ട് പൊട്ടിയത് കാണിച്ചു കൊടുത്താ അത്രേ. ചുണ്ടിരിക്കുന്നത് ഈ സൈഡിലാണ്. അടിക്കല്ലേ ചുണ്ട് പൊട്ടിയത് ഇങ്ങനെയാണോ കാണിക്കുക? അത് കടിക്കല്ലേ മുറിഞ്ഞിരിക്കുക എന്നാ പറഞ്ഞിട്ടുള്ളത്. അയ്യയ്യയ്യയ്യേ, എന്താണത്? എന്താണ് കോപ്രായത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ഉളുപ്പില്ല എന്ന് പറയേണ്ടി വരും. വെറുതെ നല്ല കിച്ചൊക്കെ ആ വഴിക്ക് പോലും വരാത്ത, വിളിക്കാറില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്, വിളിക്കുന്നല്ല. ഇനി ചെക്ക ഒന്ന് വളർന്നു വരാണ്ട്. അവൻ വളർന്നു വലുതായി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ടാവും ഈ വീഡിയോസ്. അവന്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയാത്ത രീതിയിൽ നാണക്കേട് കൊണ്ട് തല താഴ്ത്തി നടക്കേണ്ടി വരും. അവരെ നോക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടും. ഇതാണോ കഷ്ടപ്പാട്? ഇതൊന്നും കഷ്ടപ്പാടല്ല. ഇതിനെതിരെയൊക്കെ തന്നെയാണ് ആ നിയമം പാസ്സായിട്ടുള്ളത്. 8ന്റെ പണി സോഷ്യൽ മീഡിയയിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്കാണ് ആദ്യം കൊടുത്ത പണി. ഫേസ്ബുക്കിൽ നിന്നാണ് ഇത്തരം അക്കൗണ്ടുകൾ ആദ്യം റിമൂവ് ചെയ്യപ്പെടുന്നത്. ഇൻസ്റ്റഗ്രാം അധികം വൈകാതെ തന്നിരിക്കും, ആളുകൾ തന്നിരിക്കും. വെല്ലുവിളിച്ചിട്ട് ഇനി നീ ലീക്കാക്കണം എന്നൊക്കെ പറയുമ്പോ ചുണ്ട് പൊട്ടിയത് കാണിച്ചു കൊടുത്ത, ചുണ്ടൊക്കെ പൊട്ടിയിരിക്കെ കടിക്കല്ലട, എന്തുണ്ടൊക്കെയാണ് പറയുന്നേ? അയ്യയ്യയ്യേ, എന്താണിത്? എന്താ ഞാൻ പറയണ്ടേ? എന്താണ് കാണിച്ചുകൊണ്ട് എന്ത് കാട്ടിക്കൂട്ടണോക്കാ? ആ സബ് എടുത്തവർക്കുള്ളതാ, നിങ്ങൾ കാണും. ചില ആളുകൾ പറയും ഇതിന്റെ ബ്ലറാക്കാത്തത്. ഇത് ബ്ലറാക്കേണ്ട കാര്യമില്ല. ഇത് ജനങ്ങൾ കാണണം. ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇത് കാണണം. അതിനുവേണ്ടി തന്നെയാണ് ഇത് ഇടുന്നത്. കണ്ട, ചുണ്ട് പൊട്ടിയിട്ട് കാണിക്കുക. കണ്ടോ? ഇത് പശു മറ്റേ കഞ്ഞിവെള്ളം കുടിച്ചതിന് ശേഷം ഒരു ആക്കുമല്ല. ആക്ച്വലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അയ്യയ്യോ, ആർക്കെങ്കിലും അറപ്പ് തോന്നിയ, അറപ്പിൽ തോന്നിയവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടാ. എനിക്ക് ശരിക്ക് തോന്നി, നന്നായിട്ട് തോന്നി. ഇവരുടെ ഈ ഒരു വെല്ലുവിളി കാരണം മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത്. അല്ലെങ്കിൽ ഞാനിത് ഒഴിവാക്കി വിട്ടതാ. എന്തിനാണ് ഇത് റിയാക്ട് ചെയ്യുന്നത് വിചാരിച്ചിട്ട്. പക്ഷെ ഇത് ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ, അവര് കാണണം കേട്ടോ. ലതാകുമാരി, കോമള്ളം, ഇവരൊക്കെ, പിന്നെ സാരിക ചേച്ചി, നിങ്ങളൊക്കെ ഒന്ന് കാണുന്നത്. ഈ ഊളത്തരാത്തിനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞില്ല. സബ്സ്ക്രിപ്ഷൻ എടുത്ത ആളുകൾക്ക് ചുണ്ട് പൊട്ടിയത് മാത്രമല്ല കാണിച്ചത്, അതിന്റെ ഇടയിൽ കൂടെ എന്തൊക്കെ കാണിച്ചത് നിങ്ങൾ കണ്ടില്ലേ? നീ വേറൊന്നും കൂടി കണ്ടു.
ചുള്ളിക്കമ്പോ എന്താണിത്? എടാ മക്കള് കാണുന്നുണ്ടാവില്ല ഇതൊക്കെ അല്ലേ? ഒരു ബോധവും ഇല്ല. ഇതൊക്കെ നാട്ടുകാരെ കാണിച്ച് തേക്കാണ്ട് എന്ത് കാര്യമുള്ള അത് ആ വിറകും കൊള്ളിയുടെ മുകളില്. ഇത് ബോഡി ഷേമിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. ഇമാതിരി വെറുപ്പിക്കൽ ഊളത്തരം കാണിക്കുന്ന ആളുകളെ ഞാൻ എന്താ പറയാ, സഹികെട്ട് പറയണം, വേറെ ഒന്നും കൊണ്ടല്ല. അയ്യയ്യയ്യയ്യേ, എന്താണത്? ഈ സപ്പോർട്ടേഴ്സും നിങ്ങളും ഈ രീതിയാണ് പോകാൻ ആഗ്രഹിക്കുന്നത് ചോദിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. നീ ഉരുക്കാണടി, ഉരുക്ക് വനിതയാണടി എന്നൊക്കെ പറഞ്ഞ സത്യം കറണ്ട് പോലും പോയി. ഇതെന്താടാ? കൂടുതലായിട്ട് കാണിക്കാനുള്ള ഒരു മനക്കെട്ടി എൻ്റെ കയ്യിലില്ല. ഗിഫ്റ്റ് കിട്ടിയ വസ്ത്രം കാണിച്ചു കൊടുക്കുന്ന രീതിയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് കേട്ടോ. ഇനി നിങ്ങൾ തന്നെ പണ, ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെ പണ. ഇമാതിരി ഊളത്തരം കാട്ടി നടക്കുന്നതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെയാടാ തോന്നുന്നേ? വളർന്നു വരുന്ന 2 മക്കളുണ്ട്, മാതാപിതാക്കൾക്ക് തന്നെ ഒരു വിഷയമില്ല തോന്നുന്നു. പിന്നെ പെങ്ങളുണ്ട് അല്ലെ, ചേച്ചി ഉണ്ടല്ലേ, അവർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. അച്ഛൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ആരെങ്കിലും ഇനി ആ സ്ഥലം വാങ്ങുമോ? അടുത്തുള്ള ആരെങ്കിലും വാങ്ങുമോ? ആരും വാങ്ങൂല. ഇവരൊക്കെ വിറ്റ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മാത്രം ഞാൻ സ്ഥലമൊക്കെ വിൽപ്പന നടത്തുള്ളൂ. ആ സ്ഥലമൊക്കെ ഇനി വിറ്റ് പോവുള്ളൂ. വെറുപ്പിച്ചിട്ട് ഊളത്തരം കാണിച്ചിട്ട് ജനങ്ങളെടുത്ത് കാണിക്കണതൊക്കെ ജനങ്ങളിത് അറിയണം. ഇമാതിരി ഊളത്തരം കാണിച്ച് കിടക്കണ കൂത്തറകളെയൊക്കെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയാം, നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യുക. ഇതിലും ഭേദം കട്ടപ്പാരെടുത്ത് കക്കാൻ പോവുക. കാര്യമായിട്ട് പറയാം, ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കണേക്കാൾ നല്ലത് അതാ കക്കാൻ പോണത് കേട്ടാ. ചുണ്ട് പൊട്ടിയത് കാണിച്ചു കൊടുത്തതല്ല അത്. അത് ആക്ഷൻ നിങ്ങൾ കണ്ടല്ലോ, അത് ആ അർത്ഥത്തിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഡ്രസ്സ് കാണിച്ചു കൊടുക്കുന്ന കോല അങ്ങനെയാണോ? കാലിലെ തൊട കാണിച്ചു കൊടുക്കുന്നു. ഇനി കാണിക്കാൻ എന്തുള്ളു? അമ്മാതിരി കൂടത്തരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് എന്റെ പൊന്നു മക്കളെ ഇതിനെ സപ്പോർട്ട് ചെയ്യണ പരിപാടി നിർത്ത്. ഇപ്പോ ആൽബം കാര്യങ്ങളൊക്കെ അവസാനിച്ചു, ആരും വിളിക്കുന്നില്ല, ഉദ്ഘാടനത്തിന് വിളിക്കുന്നില്ല, നിർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഈ ഊളത്തരം ഇനി ഈ സാധനം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ചിലപ്പോൾ വേറെ രീതിയിൽ പലതും കണ്ടു എന്നൊക്കെ വരും. കാണിക്കും, പക്ഷെ കാണിച്ചത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്നുള്ളതാണ്. നിങ്ങൾ കണ്ടോ, നിങ്ങൾ മിണ്ടാണ്ടിരിക്കണം എന്നാ പറയുന്നത്. ഈ സപ്പോർട്ട് ചെയ്യുന്ന കൂത്തറകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്, വേറെ ഒന്നുമല്ല. നിങ്ങൾ തന്നെ പറയുക അഭിപ്രായം. വീണ്ടും വരാം, പനി പിടിച്ചിരിക്കുകയാണ്, പക്ഷെ റിയാക്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് മാത്രമാണ്. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.